വിശ്വാസനായകന പൂർത്തി വരുത്തുന്നിൻ യേശുവിങ്കൽ വചനപാത വചനപാത വചനപാത. തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും മനോഹരമായ ഒരു ദിവസം കൂടി കർത്താവ് നമുക്ക് ദൈവവചനത്തിനു മുമ്പാകെ വന്നിരിപ്പാൻ കർത്താവ് കരുണ കാണിച്ചിരിക്കുന്നു, കൃപ കാണിച്ചിരിക്കുന്നു. ഇത് കൃപയുടെ കാലമാണ്, ദൈവത്തെ കണ്ടെത്താവുന്ന കാലമാണ്. ഈ കാലം ഇന്ന് ഈ തിരുവചനം നാം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ജീവനുള്ള ദൈവം നമ്മുടെ മധ്യത്തിൽ ചെയ്യുന്ന അനേകം അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാം നാം ഒരു വശത്ത് അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നാം ഭൂലോകത്തിലേക്ക് നോക്കുമ്പോൾ എല്ലാം അതിൻ്റെ അന്ത്യത്തിലേക്ക് പോകുന്നത് പോലെ നമുക്ക് മനസ്സിലാകും. ശരിയാണ്, പശ്ചിമേഷ്യയിൽ നടക്കുന്നതായ യുദ്ധത്തിന് ചെറിയൊരു വിരാമം വന്നിട്ടുണ്ട്, ചെറിയൊരു ആശ്വാസം വന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും ശാശ്വതമല്ല, ഇതെല്ലാം താൽക്കാലികമാണ്. കാരണം ദൈവത്തിൻ്റെ വചനപ്രകാരം എല്ലാം നിത്യതയിലേക്ക് മുന്നോട്ടുള്ള യാത്രയിൽ ദൈവത്തിൻ്റെ വചനപ്രകാരം അന്ത്യകാല ലക്ഷണങ്ങളെല്ലാം നമ്മുടെ മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ കാലത്തെപ്പറ്റി കർത്താവ് തന്നെ പറഞ്ഞ ഒരു വചനമുണ്ട്. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യം ഇങ്ങനെയാണ്:
ലോത്തിൻ്റെ കാലത്ത് സംഭവിച്ചതുപോലെയും തന്നെ. കർത്താവായ യേശുക്രിസ്തുവിന് മുമ്പ് ഏതാണ്ട് 2000 കൊല്ലം മുമ്പ് ജീവിച്ചിരുന്ന ലോത്തിൻ്റെ കാലത്തെ എടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് കർത്താവിന് ശേഷം, കർത്താവിൻ്റെ ഈ ലോകത്തിലെ ജനനത്തിന് ശേഷം വീണ്ടും ഇന്ന് 2000 കൊല്ലം കഴിഞ്ഞിരിക്കുന്നു. ഈ അന്ത്യതലമുറയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് കർത്താവ് ആ കാലത്തെ എടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് നമ്മോട് സംസാരിക്കുകയാണ്. ലോത്തിൻ്റെ കാലത്തെ പോലെ അത് ആയിത്തീരുമെന്നാണ് പറയുന്നത്. ആ ഖണ്ഡിക ആരംഭിക്കുമ്പോൾ കർത്താവിൻ്റെ വരവിനെപ്പറ്റി കർത്താവായ യേശുക്രിസ്തു തന്നെ ശിഷ്യന്മാരോട് പറയുന്നുണ്ട്. 24-ാം വാക്യം, മിന്നൽ ആകാശത്തിൻ്റെ കീഴെ ദിക്കോട് ദിക്കെല്ലാം തിളങ്ങി മിന്നുന്നത് പോലെ മനുഷ്യപുത്രൻ തൻ്റെ ദിവസത്തിൽ ആകും. അന്ന് വലിയൊരു കാഹളം മുഴങ്ങും. 1 തെസ്സലോനിക്കർ 4:16 പറയുന്നത് പോലെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മധ്യാകാശത്ത് വരുമ്പോൾ ദൈവത്തിൻ്റെ കാഹളത്തോടു കൂടി വരും, വലിയ മുഴക്കത്തോടു കൂടി വരും. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാനദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു ദിവസം. ആ ദിവസം അത് ഈ ലോകത്ത് സംഭവിക്കാൻ തുടങ്ങുമ്പോൾ ഈ ഭൂമിയിൽ എങ്ങനെയായിരിക്കും? അത് ലോത്തിൻ്റെ കാലം പോലെ ആയിരിക്കുമെന്നാണ് കർത്താവ് തൻ്റെ വായി കൊണ്ട് പറഞ്ഞത്. ഇപ്പോൾ നമുക്കറിയാം, ദൈവവിശ്വാസികളെല്ലാം ദൈവത്തിൻ്റെ വചനവുമായി ഒരു കയ്യിൽ തിരുവചനവും ഒരു കയ്യിൽ വർത്തമാനപത്രവുമായി ഇരുന്നാൽ ഈ വചനത്തിൽ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം ആശ്ചര്യമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നാം മറ്റ് ജനങ്ങളിലേക്ക് നോക്കുമ്പോൾ അവർ TV ഓൺ ചെയ്ത് വെച്ച് അവർ സഖ്യ ചർച്ചകൾ തുടങ്ങിയോ? ഇപ്പോൾ അമേരിക്ക എന്താണ് ചെയ്യാൻ തുടങ്ങുന്നത്? റഷ്യയുടെ നിലപാടെന്താണ്? അല്ല, യോർദാൻ എന്ത്, സിറിയ എന്ത് നിലപാടെടുക്കും? ഇറാൻ എന്ത് നിലപാടെടുക്കും? ഗൾഫ് രാജ്യങ്ങൾ എന്ത് നിലപാടെടുക്കും? യൂറോപ്യൻ യൂണിയൻ എന്ത് നിലപാടെടുക്കുന്നെല്ലാം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും ചിന്തിക്കേണ്ട എന്നോ? വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിലും ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായത്തിലും കർത്താവ് അന്ത്യകാലത്തെ പറ്റി പറയുന്നുണ്ട്. ഇതെല്ലാം നാം വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നത് നല്ലത് തന്നെയാണ്. പക്ഷെ ഇതെല്ലാം ഈ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ദൈവമക്കളായ നാം ഈ ലോകത്തിലേക്കല്ല ശ്രദ്ധ വയ്ക്കേണ്ടത്. നാം ചിന്തിക്കണം, നാം മനസ്സിലാക്കണം. ഇപ്പോൾ ഒരു ശാശ്വതമല്ലാത്ത താൽക്കാലിക വിരാമം വന്നിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഈ പറയുന്ന രാജ്യങ്ങൾ, പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ, അവരടങ്ങിയിരിക്കുകയാണെന്ന്? ഒരിക്കലുമല്ല. അവർ ഇനി അടുത്തത് എങ്ങനെയാണ്, ഏത് സമയത്താണ് ഇസ്രായേലിനെ അല്ലെങ്കിൽ ഇറാനെ ആക്രമിക്കേണ്ടത്, എങ്ങനെയാണ് ഈ കാര്യത്തിൽ അടുത്ത നടപടിയിലേക്ക് കടക്കേണ്ടതെന്ന് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. രാജ്യത്തലവന്മാർ അതെല്ലാം ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിശ്വാസികളായ നാം ഒരു കാര്യം മനസ്സിലാക്കണം. എന്താണ്? നിത്യതയിൽ സ്വർഗീയ കാര്യാലോചന സഭയിൽ, നിത്യസ്വർഗത്തിൽ കർത്താവും കർത്താവിൻ്റെ മാലാഖമാരും പിതാവാൻ ദൈവവും പുത്രനും പരിശുദ്ധാത്മാവാൻ ദൈവവും എല്ലാം ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഓരോരോ പ്ലാനുകൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാണ് കർത്താവിന് രണ്ടാമത്തെ വരവ് ഈ ഭൂമിയിലേക്ക് ആയിരിക്കേണ്ടത്? അത് പുത്രൻ തമ്പുരാന് പോലും അറിഞ്ഞുകൂടാ എന്ന് കർത്താവ് തന്നെ പറയുന്നുണ്ട് അപ്പോസ്തല പ്രവൃത്തികളിൽ. ദൂതന്മാർക്ക് അറിഞ്ഞുകൂടാ, പുത്രൻ തമ്പുരാനെ അറിഞ്ഞുകൂടാ. അത് പിതാവാൻ ദൈവത്തിൻ്റെ കയ്യിൽ മാത്രം ഇരിക്കുന്ന കാര്യമാണ്. അവിടെ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ കർത്താവ് പറയുന്നുണ്ട്, സ്വർഗത്തിൽ അനേകം വാസസ്ഥലങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഒരുക്കുന്നുണ്ട് എന്ന്. ഞാൻ ഭാവനയിൽ പറയട്ടെ, പല വാസസ്ഥലങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞു, ചിലതിനെല്ലാം പണി നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ കർത്താവിനോട് ചിലപ്പോൾ ദൂതന്മാർ ചോദിക്കും, കർത്താവേ, പണികളെല്ലാം തീരാറായല്ലോ, നീ മധ്യാകാശത്തിലേക്ക് ഇറങ്ങി വരുന്ന സമയം ആയോ? ഇല്ല, ആയിട്ടില്ല, അല്പം കൂടി കഴിയട്ടെ. എന്താണ് അങ്ങനെ പറയാൻ കാരണം? അത് വ്യക്തമായിട്ട് എന്താണ് എന്ന് അപ്പോസ്തലനായ പത്രോസിന് അത് വെളിപ്പെട്ട് കിട്ടി. വെറും മീനുടുമ്പ് നടന്നതായി മുക്കുവനായിരുന്ന പത്രോസ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ അഭിഷിക്തനായി കഴിഞ്ഞപ്പോൾ പത്രോസ് എഴുതിയ 1-ാമത്തെയും 2-ാമത്തെ ലേഖനം ഒരു വിശ്വാസിക്ക് അത്ഭുതത്തോടെ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. കാരണം ഈ ലോകത്തിൻ്റെ ജ്ഞാനം എവിടെ? താർക്കികന്മാരെവിടെ? പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ്റെ ജ്ഞാനം എന്തുണ്ട്? എന്നാൽ പരിശുദ്ധാത്മാവ് ഒരാളുടെ മേൽ വരുമ്പോൾ കിട്ടുന്നതായ ജ്ഞാനവും പരിജ്ഞാനവും അത് മനുഷ്യബുദ്ധിക്ക് അതീതമാണ്. നിങ്ങൾ പത്രോസിൻ്റെ ലേഖനങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾ ഓർക്കണം, എൻ്റെ കർത്താവേ, അന്ന് ഗലീല കടലിൽ വല വീശിക്കൊണ്ടിരുന്നതായ വെറും മുക്കുവനായ പത്രോസാണോ ഈ പറയുന്ന തീയുടെ തേജസ്സിൻ്റെ വാക്കുകൾ പറയുന്നത് എന്ന് അത്ഭുതത്തോടെ നാം ഓർക്കും.
പത്രോസ്ലീഹ കർത്താവിന് രണ്ടാമത്തെ അറിവിനെ പറ്റി ഇങ്ങനെ പറഞ്ഞു തുടങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ 2 പത്രോസ് 3-ാം അധ്യായം ആദ്യ വാക്യങ്ങൾ അവിടെ എങ്ങനെയാണ് പറയുന്നത്? പരിഹാസികൾ ചോദിക്കുന്നു, കർത്താവ് വരുമെന്ന് പറഞ്ഞവിടെ തുടങ്ങിയിട്ട് എന്തായി? ഗലീലാ പുരുഷന്മാരെ, നിങ്ങൾ നോക്കി നിൽക്കുന്നതെന്ത്? കർത്താവ് സ്വർഗാരോഹണം പോലെ ചെയ്തതുപോലെ തന്നെ അവൻ വീണ്ടും വരുമെന്ന് അരുളി ചെയ്തു. അത് കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് 2000 കൊല്ലമായി. ഇന്നും ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ സഭകൾ, വിശ്വാസികളുടെ സഭകൾ ലോകമെമ്പാടും ഇരുന്ന് പ്രസംഗിക്കുന്നു, യേശു വരുന്നു, യേശുവിൻ്റെ വരവ് ആഗതമായി, കാലവന്ത്യത്തിലേക്ക് പോകുന്നു എന്നെല്ലാം പറയുമ്പോൾ ഒരു കൂട്ടം മനുഷ്യർ അവരെ പരിഹസിക്കുന്നു. എവിടെ കർത്താവിൻ്റെ വാഗ്ദത്തം, എവിടെ അവൻ്റെ പ്രത്യക്ഷത എവിടെയെന്ന് പരിഹസിക്കുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവ് പത്രോസിൻ്റെ നാവിലൂടെ ലേഖനത്തിലൂടെ എഴുതി വന്നു. 2 പത്രോസ് 3:9. ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവിൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും രക്ഷപ്പെടേണ്ടതിന് അവൻ നമ്മോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. ആരും നശിച്ചു പോകാൻ കർത്താവിന് ഇഷ്ടമല്ല. ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ ഭൂരാജാക്കന്മാരെ, ഭൂലോകത്തിലെ പണ്ഡിതന്മാരെ, ഭൂലോക ചക്രവർത്തിമാരെ, നിരീശ്വരവാദികളെ, നിങ്ങൾ പറയുന്നത് പോലെ കർത്താവിന് വരവ് താമസിക്കുന്നതല്ല, അത് വരാൻ പോകുന്നു. ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവിൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. എന്താണ് കാരണം? ആരും നശിച്ചു പോകരുത് എന്ന് കർത്താവിന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് അവൻ നമ്മോട് ദീർഘക്ഷമ കാണിക്കുകയാണ്. ആ ദീർഘക്ഷമയുള്ളത് കൊണ്ടാണ് കർത്താവ് ഒരു 50 കൊല്ലം മുമ്പ് വരാതിരുന്നത്, അല്ല ഒരു 30 കൊല്ലം മുമ്പ് വരാതിരുന്നത്. ഇത് പറയുമ്പോൾ ഞാൻ ചിന്തിക്കുന്നു, നിങ്ങൾ ചിന്തിക്കണം, ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് വന്നിരുന്നുവെങ്കിലോ? പ്രിയപ്പെട്ടവരെ, മാനസാന്തരപ്പെടാത്ത കാലത്ത്, ദൈവത്തിൻ്റെ വചനം കേൾക്കാത്ത കാലത്ത് യേശു ക്രിസ്തു വന്നിരുന്നുവെങ്കിൽ, എൻ്റെ കാര്യം പറഞ്ഞാൽ ഞാനൊരു നായർ കുടുംബത്തിൽ ജനിച്ച് എനിക്ക് തോന്നിയതുപോലെ പ്രവർത്തിച്ച് എന്ത് ചെയ്യാൻ തോന്നുന്നു അത് ഞാൻ ചെയ്യുമായിരുന്നു. എന്ത് പറയണമെന്ന് തോന്നുന്നു അത് പറയുമായിരുന്നു. എന്ത് കാണണമെന്ന് തോന്നുന്നുവോ അത് കാണുമായിരുന്നു. എന്ത് ചിന്തിക്കണം തോന്നുവോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ്റെ ചിന്തകൾ, മനുഷ്യൻ്റെ ആലോചനകൾ വെളിപ്പെടുത്തുന്ന ഒരു ദിവസമുണ്ടെന്ന് തിരുവചനം പറയുന്നു. എൻ്റെ ആലോചനകൾ അത് സ്വർഗത്തിൽ വെളിപ്പെടുന്നു എങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാനിന്ന് ഞെട്ടിത്തരിക്കുന്നു, ഞാൻ ഭയപ്പെടുന്നു. ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, നിങ്ങൾ നിങ്ങളുടെ ചിന്തകളെ താലോലിക്കുന്നവരാണോ? അതോ അരുതാത്തൊരു ചിന്തയുടെ കണിക വരുമ്പോഴേക്കും എൻ്റെ കർത്താവേ, ആ ചിന്ത എൻ്റെ മനസ്സിൽ വന്നാൽ ഈ ലോകത്തിലെ ഒരു മനുഷ്യൻ പോലും, ഒരു വീട്ടിൽ കഴിയുന്ന, ഒരു മുറിയിൽ കഴിയുന്ന ഭാര്യയോ ഭർത്താവോ മാതാപിതാക്കന്മാരോ അറിയുന്നില്ലെങ്കിൽ പോലും, നിങ്ങൾ ഈ പ്രാർത്ഥനാ ഹാളിൽ ഇരുന്നു കൊണ്ട് ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ നിരൂപണം ഇവിടെ പ്രസംഗിക്കുന്ന ദൈവമക്കൾ അറിയുന്നില്ലെങ്കിൽ പോലും എൻ്റെ നിരൂപണം നീ ദൂരത്തുനിന്ന് ഗ്രഹിക്കുന്നു എന്ന് അരുളി ചെയ്ത ഒരു നിത്യനായ ദൈവമുണ്ട്. ആ ദൈവം നിങ്ങളുടെ നിരൂപണങ്ങൾ കാണുന്നു, ചിന്തകൾ കാണുന്നു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ചിന്തയിലും മനോവികാരങ്ങളിലും എല്ലാം അഴുക്കായി ജീവിക്കുന്ന കാലത്താണ് യേശുക്രിസ്തു വന്നിരുന്നതെങ്കിൽ നശിച്ചു പോയേനെ, നഷ്ടപ്പെട്ടു പോയേനെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതെങ്ങോട്ടാണ്? ഒരു 10 കൊല്ലമാണോ? അല്ലെങ്കിൽ 100 കൊല്ലമാണോ? 1000 കൊല്ലമാണോ? നിത്യയുഗങ്ങൾ കെടാത്ത തീയും ചാകാത്ത പുഴുമുള്ള ഗന്ധക തീ പൊയ്കയിൽ കിടന്ന് അയ്യോ ഞാൻ നഷ്ടപ്പെട്ടു പോയല്ലോ എന്നുള്ള കരച്ചിൽ കേൾക്കുന്ന, അവിടെ കരച്ചിലും പല്ലുകടിയുമുള്ള നിത്യ നരകത്തിലേക്ക് പോകേണ്ടി വന്നേനെ. എന്നാൽ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. നാം നശിച്ചു പോകാതിരിക്കാൻ കർത്താവ് തൻ്റെ വരവ് താമസിപ്പിക്കുന്നതേ ഉള്ളൂ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് നാം കേൾക്കുമ്പോൾ നാം എന്ത് ചെയ്യണം? നാം യേശുവിന് വേണ്ടി ജീവിതം കൊടുക്കാൻ അല്പം പോലും വൈകരുത്. നാളെയാകട്ടെ എന്ന് വെക്കരുത്. ഒരു കാരണവശാലും ഒരു ദിവസം കിട്ടിയാൽ, ഒരു അവസരം കിട്ടിയാൽ നാളെയാകട്ടെ എന്ന് വയ്ക്കരുത്. മഹാകവിയായിരുന്ന പണ്ഡിതനായിരുന്ന രവീന്ദ്രനാഥ ടാഗോർ മരിക്കുന്ന സമയത്ത് ഞാൻ വായിച്ചിട്ടുണ്ട്, അദ്ദേഹം ഇരുന്ന് വിതിമ്പിക്കരയുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരിൽ ഒന്ന് ചോദിച്ചു, അങ്ങ് എന്താണ് ഇങ്ങനെ ഇരുന്ന് കരയുന്നത്? രവീന്ദ്രനാഥ ടാഗോർ പറഞ്ഞു, പാടാൻ ആഗ്രഹിച്ച പാട്ടൊന്നും പാടാൻ പറ്റിയില്ല. അപ്പോൾ ശിഷ്യന്മാർ അമ്പരപ്പോട് ചോദിച്ചു, അങ്ങ് എന്താണ് ഈ പറയുന്നത്? ഇത്രയും ഒരു സ്വാത്വികനെ പോലെ, ഒരു യോഗിവര്യനെ പോലെ, ഒരു പണ്ഡിതനായി ഇങ്ങനെ ജീവിച്ച് അങ്ങനെ പറയുന്നുവോ? ഇല്ല, ഞാൻ പാടാൻ ആഗ്രഹിച്ച പാട്ടൊന്നും പാടാൻ പറ്റിയില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് ഏത് മനുഷ്യൻ്റെയും ജീവിതത്തിൽ അവസാന കാലയളവിൽ വരുന്നതായ ഒരു കരച്ചിലായിരിക്കും. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഉൾപ്പെടെയാണ് പറയും, നാം ഇന്ന് കാലങ്ങൾ പാഴാക്കി കളയുന്നു, ദൈവവചന ശുശ്രൂഷകൾ പാഴാക്കി കളയുന്നു.
കർത്താവ് അവസരങ്ങൾ തന്നിട്ടും, കർത്താവ് തീരുമാനങ്ങൾ പ്രേരണ തന്നിട്ടും നാം പിന്നെയാകട്ടെ എന്ന് വെക്കുന്നു. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് അത് ലോത്തിൻ്റെ കാലം പോലെയാകുമെന്ന്. ദൈവത്തിന് സ്തോത്രം. ലോത്തിൻ്റെ കാലത്ത് എങ്ങനെയായിരുന്നു? ലോത്തിൻ്റെ കാലത്ത് ലോത്ത് താമസിക്കുന്നതായ ആ ഭൂമിയിൽ അവിടുത്തെ ജനങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് എന്താണ് എന്ന് നാം വായിക്കുന്നുണ്ട്. ലൂക്കോസ് സുവിശേഷം 17 അധ്യായം 28 വാക്യം മുതൽ. ലോത്തിന്റെ കാലത്ത് സംഭവിച്ചതുപോലെയും തന്നെ അവർ തിന്നും കുടിച്ചും കൊണ്ടും വിറ്റും നട്ടും പണിതും പോന്നു. അവിടുത്തെ ജനത്തിന്റെ ജീവിതശൈലി പറയുകയാണ്. ആ ജനം അവരെങ്ങനെയാണ് ജീവിച്ചത്? അവര് തിന്നുന്നു, കുടിക്കുന്നു, കൊള്ളുക എന്ന് പറഞ്ഞാൽ വാങ്ങുന്നു, പിന്നെ വിൽക്കുന്നു, വിൽക്കുന്നു, അവര് നടുന്നു, പണിയുന്നു. ഈ ലോകത്തിൽ മാത്രം വ്യാപൃതരായ ഒരു കൂട്ടം ജനം. എന്നാൽ സ്വർഗം പദ്ധതിയിട്ടിരിക്കുന്നത് എന്താണ്? ഏതാനും നാൾ കഴിയുന്നതിന് മുമ്പ് സ്വർഗത്തിലെ തീ ആ ദേശത്തിറങ്ങും. ആ ദേശത്ത് തീ ഇറങ്ങുന്നതിന് മുമ്പ് അന്ന് വ്യക്തിപരമായ വിളി കിട്ടിയില്ലെങ്കിൽ പോലും അബ്രഹാമിൻ്റെ സഹോദരപുത്രനായ ലോത്ത് അബ്രഹാമിൻ്റെ കൂടെ ഇറങ്ങിപ്പോന്നു എന്നുള്ള ഒറ്റ കാരണത്താൽ ഇതിനെല്ലാം വളരെ വിശാലമായ അർത്ഥങ്ങളുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ഒരു പുരുഷൻ്റെ കൂടെ, ദൈവ മനുഷ്യൻ്റെ കൂടെ ദൈവവേലയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുക, ഒരു കൈത്താങ്ങൽ കൊടുക്കുക. അതിൽ കർത്താവ് പറഞ്ഞത്, എൻ്റെ നാമത്തിൽ ഒരു പാനപാത്രം തണ്ണീർ കൊടുത്താൽ പ്രതിഫലം കിട്ടാതെ പോകുകയില്ല. എൻ്റെ ശിഷ്യന്മാർക്ക്, എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ഒരു കൈത്താങ്ങൽ കൊടുത്താൽ അതിന് പ്രതിഫലം കിട്ടാതെ പോകുകയില്ല. അബ്രഹാമിൻ്റെ കൂടെ ഇറങ്ങിപ്പോന്നു എന്നുള്ള ഒറ്റ കാരണത്താൽ ഈ ലോത്ത് എങ്ങനെയെങ്കിലും ഈ നാശത്തിൽ പെടാതിരിക്കണമെന്ന് കർത്താവിന് ആഗ്രഹമുണ്ട്. സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. 17:29 പറയുന്നു, എന്നാൽ ലോത്ത് സോദോം വിട്ട നാളിൽ ആകാശത്ത് നിന്ന് തീയും ഗന്ധകവും പെയ്തു. ലോത്ത് സോദോം വിട്ട നാളിൽ, ലോത്തിന്റെ കാല് സോദോമിന്റെ അതിർത്തി കടന്ന ഉടനെ സ്വർഗത്തിൽ നിന്ന് തീയിറങ്ങി. ലോത്ത് ആ സോദോമിൽ നിന്ന് പുറപ്പെടുന്നത് വരെ കർത്താവിന് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ലോകത്തതെല്ലാം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ലോകമനുഷ്യൻ വല്ലതും അറിയുന്നുണ്ടോ? ഇപ്പോൾ നമുക്കറിയാം, നാം താമസിക്കുന്ന ഈ കേരളക്കരയിൽ വലിയ കൊറോണയുടെ ബാധകളുണ്ടായി. നമുക്കറിയാം, പല ഡാമുകൾ, പല ദുരന്തങ്ങളെല്ലാം ഇങ്ങനെ നമ്മുടെ തലയ്ക്ക് മീതെ നിൽക്കുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് കർത്താവ് ഇതെല്ലാം തടഞ്ഞു നിർത്തുന്നത്? അന്ന് അബ്രഹാമിൻ്റെ കാലത്ത് അബ്രഹാം പിതാവ് ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, ഒരു 50 നീതിമാന്മാരുണ്ടെങ്കിൽ, ഒരു 40 നീതിമാന്മാരുണ്ടെങ്കിൽ, ചോദിച്ചു വന്നപ്പോൾ ഒരു 10 നീതിമാന്മാരുണ്ടെങ്കിൽ, ഇല്ല 10 നീതിമാന്മാരുണ്ടെങ്കിൽ ഞാൻ ആ ദേശത്തെ നശിപ്പിക്കുകയില്ല. യെരമ്യാ പ്രവാചകന്റെ നാവിലൂടെ യെരമ്യാ പ്രവാചകൻ പറഞ്ഞു, ദേശത്തിന് വേണ്ടി ഇടിവിൽ നിൽക്കാൻ ഞാനൊരു പുരുഷനെ അന്വേഷിക്കുന്നുവെന്ന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ലോത്ത് ആ ദേശത്ത് നിന്ന് പുറപ്പെടും വരെ കർത്താവിന് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. എൻ്റെ ദൈവത്തിന് സ്തോത്രം. എന്തുകൊണ്ടാണ് താമസങ്ങൾ വരുന്നത്, കാലങ്ങൾ താമസിക്കുന്നത്? നാം രക്ഷിക്കപ്പെടാൻ വേണ്ടി കർത്താവ് കാത്തിരിക്കുകയാണ്. നിങ്ങൾ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ദേശത്തിന് വേണ്ടി ഇടിവിൽ നിന്നില്ലെങ്കിലും നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ഇടിവിൽ നിൽക്കാൻ നിങ്ങളൊരാൾക്ക് തയ്യാറാണോ? ദൈവത്തിന് സ്തോത്രം. എൻ്റെ കർത്താവേ, ഞാനും ഈ കൂട്ടായ്മയിൽ ഒരു ശുശ്രൂഷകനായി നിൽക്കുമ്പോൾ, എൻ്റെ കർത്താവേ, എൻ്റെ യേശുവിൻ്റെ നാമത്തിൽ എല്ലാം വിട്ട് എല്ലാം ത്യജിച്ച് എൻ്റെ യേശുവിൻ്റെ ഒരു പ്രിയപ്പെട്ടവനായി നിൽക്കുവാൻ എനിക്ക് മനസ്സുണ്ടോ? എനിക്ക് അതിനുള്ള സമർപ്പണമുണ്ടോ? നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കണം. കർത്താവിൻ്റെ നാമത്തിൽ ഒരു കാര്യം ചെയ്യുമ്പോൾ ശുശ്രൂഷയ്ക്കുള്ള ഗൗരവം വേണം, നമ്മുടെ ജീവിതത്തിനുള്ള ഗൗരവം വേണം. ഓരോ കാര്യത്തിലും കർത്താവ് ദുഃഖിക്കുന്ന ഒരു കാര്യവും വരരുത്. അന്ന് ലോത്തിൻ്റെ കാലത്ത്, ഇപ്പോൾ തന്നെ നാം ഈ ലോകത്തിലേക്ക് നോക്കൂ. പശ്ചിമേഷ്യയിൽ ഇതെല്ലാം പുകഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വലിയൊരു കൂട്ടം, കോടാനുകോടി ജനം അവർ തിന്നും കുടിച്ചും കൊണ്ടും വിറ്റും നട്ടും പടന്നും പോന്നുകൊണ്ടിരിക്കുന്നു. അത് എല്ലാ കാലത്തും ജനത്തിൻ്റെ പ്രത്യേകതയാണ്. കാരണം തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്നുള്ളതാണ് സാധാരണ മനുഷ്യൻ്റെ ജീവിത പ്രമാണമെന്ന് പറയുന്നത്. തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്നുള്ളതിൻ്റെ ശരിയായ പരിഭാഷ സെക്ഷുവൽ ഇമ്മോറാലിറ്റി എന്നാണ്.
അസാൻമാർഗിക ജീവിതം, കുത്തഴിഞ്ഞതായ ജീവിതം, ദൈവം മനുഷ്യന് ദാനമായി കൊടുത്തതായി ഈ ശരീരത്തെ വികൃതമാക്കുകയും അശുദ്ധമാക്കുകയും ചെയ്യുന്ന സാധാരണ മനുഷ്യൻ. നമുക്കറിയാമല്ലോ, പുറപ്പാട് പുസ്തകത്തിൽ 32-ാം അധ്യായത്തിൽ ആ കാര്യം 1 കൊരിന്ത്യർ 10-ാം അധ്യായം 7-ാം വാക്യത്തിലും പൗലോസ്ലീഹ എടുത്തു പറഞ്ഞു. അവരെ തിന്നുവാനും കുടിപ്പാനും എഴുന്നേറ്റു കളിപ്പാനും ഇരുന്നു. പ്രിയപ്പെട്ടവരെ, തിന്നുവാനും കുടിപ്പാനും കളിപ്പാനും മാത്രം ഇരുന്നതായ ജനം, അവർക്ക് ദൈവത്തെ വേണ്ട. ലൂക്കോസിന് സുവിശേഷം 12-ാം അധ്യായം 19-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ ആ ധനികനായ മനുഷ്യൻ്റെ ഉപമ പറയുമ്പോൾ ആ മനുഷ്യൻ പറയുന്നുണ്ട്, എന്നിട്ട് ഞാൻ എന്നോട് തന്നെ തിന്നുക, കുടിക്കുക, ആശ്വസിക്കുക, ആനന്ദിക്കുക എന്ന് പറയുമെന്ന്. ഇതുള്ളൂ മനുഷ്യൻ്റെ ചിന്ത എന്ന് പറയുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം കർത്താവിൻ്റെ 2ാമത്തെ വരവിനുള്ള മുന്നോടിയാണ്. മനുഷ്യൻ ദൈവത്തെ വേണ്ടാതെ ഈ ലോകത്തിൻ്റെ പിന്നാലെ പോകുന്നു. ലോത്തിൻ്റെ കാലം പോലെ ആയിപ്പോകും. എന്നാൽ ലോത്തിൻ്റെ അരികിലേക്ക് ദൈവത്തിൻ്റെ വചനവുമായി ദൈവദൂതന്മാർ ഇറങ്ങി വന്നു. ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം 15-ാം വാക്യം വായിക്കുമ്പോൾ, ഉഷസ്സായപ്പോൾ ദൂതന്മാർ ലോത്തിനെ ബന്ധപ്പെടുത്തി. നേരം വിളിക്കാറായി. ലോത്തിന് താല്പര്യമുണ്ട് എങ്ങനെയും പുറത്തേക്ക് ഇറങ്ങി പോകണമെന്ന്. പക്ഷെ ലോത്തിൻ്റെ ഭാര്യയ്ക്ക് താല്പര്യമില്ല. ഭാര്യയ്ക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് മക്കൾക്കും താല്പര്യമില്ല. കാരണം ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം അയക്കുമ്പോൾ അവരന്ന് സോദോം ഗൊമോറയിലെ നല്ലൊരു ആഠ്യത്വമുള്ള കുടുംബമായി, നല്ല അധികാരങ്ങൾ ഉള്ളവരായി, സമ്പത്തുള്ളവരായി നിൽക്കുകയാണ്. അവർക്ക് അവിടെ നിന്ന് പോകണമെന്നില്ല. അറിയിപ്പ് കിട്ടി, ഈ ദേശം കത്തിച്ചാമ്പലാകുമെന്ന്. ലോത്ത് തൻ്റെ മരുമക്കളാകാൻ പോകുന്ന പുരുഷന്മാരോട് എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് തോന്നി അമ്മായിയപ്പൻ കളി പറയുന്നു എന്നാണ് അവർക്ക് തോന്നിയത്. ഇന്ന് കർത്താവിന് 2ാമത്തെ വരവിനെ പറ്റിയും യേശുവിൻ്റെ പുനരാഗമനത്തെക്കുറിച്ചും ഈ ലോകം നശിക്കാൻ പോകുന്നെന്നെല്ലാം പറയുമ്പോൾ ആളുകൾക്ക് കളി പറയുന്നു എന്ന് തോന്നുന്നു. പക്ഷെ ഒരു കാര്യം അവിടെ ഒന്ന് പറയേണ്ടതുണ്ട്. വാസ്തവമായും ഇത് വിശ്വസിക്കുന്നവർ, ഇത് പറയുന്ന സുവിശേഷകർ പോലും മുഴുവൻ വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ് കഷ്ടം. ആ ഒരു കാര്യത്തിൽ മാത്രം ആശ വച്ച് നിൽക്കുന്നില്ല എന്നുള്ളതാണ് കഷ്ടം. ക്രിസ്തുവിൻ്റെ വരവും മാത്രമാണ് ലക്ഷ്യമെന്നുള്ള ഒരു തീരുമാനം, ആ ഒരു സമർപ്പണം ഇല്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടം. അല്ലാതെ പറഞ്ഞാൽ ആരുടെയും ഉള്ളിൽ കയറില്ല പ്രിയപ്പെട്ടവരെ. എന്നാൽ ലോകത്തെ ത്യജിച്ച്, ലോകമാനങ്ങളെയും ലോകസുഖങ്ങളെയും ലോകത്തിൻ്റെ ആക്ഷേപങ്ങളെയും ത്യജിച്ച്, എൻ്റെ കർത്താവേ, ഇന്ന് മരിച്ചാലെന്ത്, ഇന്ന് ഈ ലോകം കത്തിച്ചാമ്പലായാലെന്ത്, ഞാൻ എൻ്റെ ജീവിതം ക്രിസ്തുവിന് വേണ്ടി കൊടുത്തു. ഒരിക്കൽ ദൈവത്തിൻ്റെ വചനം കേട്ടപ്പോൾ ഞാൻ കർത്താവിൻ്റെ കരത്തിലേക്ക് എൻ്റെ ജീവിതം കൊടുത്തു. പിന്നീടുള്ള കാലം, ഇന്ന് ഈ സമയം വരെയും യേശുവേ, നിൻ്റെ വചനപ്രകാരം എന്നെ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടി, എൻ്റെ കർത്താവേ, ഈ ലോകത്തെ ഏറ്റവും മാലിന്യമുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അത് ഞാൻ എന്ന മനുഷ്യനാണെന്നും എൻ്റെ ജഡമാണ് എന്നും എൻ്റെ ഉള്ളിലുള്ളതായ ജഡമാംസങ്ങളാണ് എന്നും എൻ്റെ വിചാരങ്ങളാണ് എന്നും എൻ്റെ ആലോചനകളാണ് എന്നും എൻ്റെ പ്രകൃതങ്ങളാണ് എന്നും എൻ്റെ പ്രതികരണങ്ങളാണ് എന്നും തിരിച്ചറിയുന്ന മനുഷ്യൻ, എന്നിലൊരു സ്വയമുണ്ട് എന്നും ഞാൻ ആർക്കും കീഴ്പ്പെടാത്തൊരു പ്രകൃതം എന്നിലുണ്ട് എന്നും എന്നിൽ അലസതയും എന്നിൽ നിരാശകളും വരുന്നുണ്ട് എന്നും ഇന്നും അവസരം കിട്ടിയാൽ പാപത്തിൽ സന്തോഷിക്കുന്ന, പാപത്തിൽ രസിക്കുന്ന ഒരു പ്രകൃതം എനിക്കുണ്ട് എന്നും ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അല്ല കൂട്ടായ്മയിൽ ഞാൻ കേമനാകണം, ഞാൻ എല്ലാവരെക്കാളും മുന്നിലാകണം എന്നുള്ള ചിന്ത എനിക്കുണ്ട് എന്ന് മനസ്സിലാകുമ്പോൾ, എൻ്റെ കർത്താവേ, ഇത് ഓരോ ദിവസവും വചനം കേട്ട് തന്നെ ശുദ്ധീകരിച്ച് യേശുവിൻ്റെ കരങ്ങളിലേക്ക് ജീവിതം കൊടുത്ത്, നാഥ, എൻ്റെ അരികിലേക്ക് വരുന്നവരിലേക്ക് ക്രിസ്തുവിൻ്റെ വചനവും ക്രിസ്തുവിൻ്റെ പ്രകാശവും കൊടുക്കത്തക്കവണ്ണം എന്നെ ഒരു പൂർണ്ണാത്മീയനാക്കണമേ. ഈ സർവ്വലോകവും നേടുന്നതിനേക്കാൾ എൻ്റെ ജീവിതം കൊണ്ടോ, എൻ്റെ സംസാരം കൊണ്ടോ, എൻ്റെ ഒരു സാക്ഷ്യം കൊണ്ടോ, എൻ്റെ ഒരു വചന ശുശ്രൂഷ കൊണ്ടോ ഒരാളെങ്കിലും കർത്താവേ, ദൈവരാജ്യത്തിന് യോഗ്യനായി തീരണമേ എന്നുള്ള പ്രാർത്ഥനയോടെ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് യാതൊരു കൂസലുമില്ല. എന്നാൽ ഈ ലോത്ത് എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് കളി പറയുന്നത് പോലെ തോന്നി. പക്ഷേ ദൈവത്തിൻ്റെ കാര്യപരിപാടിയിൽ ലോത്തും കുടുംബവും താമസിക്കുന്നു കണ്ടപ്പോൾ നേരം വെളുക്കാറായി, കാലം തീരാറായി, കർത്താവിൻ്റെ വരവ് ആഗതമാകാറായി. അന്ന് സോദോം ഗൊമോറയിൽ തീ ഇറങ്ങാറായി. എന്തുണ്ടായി? ഉഷസായപ്പോൾ ദൂതന്മാർ ലോത്തിനെ ബന്ധപ്പെടുത്തി. ഈ പട്ടണത്തിൻ്റെ അകൃത്യത്തിൽ നശിക്കാതിരിപ്പാൻ
എഴുന്നേറ്റ് നിന്റെ ഭാര്യയെയും ഇവിടെ കാണുന്ന നിന്റെ 2 പുത്രിമാരെയും കൂട്ടിക്കൊണ്ട് പൊയ്ക്കൊള്ളുക എന്ന് പറഞ്ഞു. വേഗം നേരെ ഓടിക്കൊള്ളുക, സോദോം ഗൊമോറയുടെ അതിർ വിട്ട് നീ ഓടിക്കൊള്ളുക എന്ന് പറഞ്ഞു. അടുത്ത വാക്യമാണ്, അവൻ താമസിച്ചപ്പോൾ പോകാൻ പറഞ്ഞു, എഴുന്നേറ്റ് ഓടാൻ പറഞ്ഞു, കത്തി തീരാൻ പോവുകയാണെന്ന് പറഞ്ഞു. എന്നിട്ടും താമസിച്ചു, പിന്നെയും ഡിലേഡ് ആവുകയാണ്, അവിടെ തന്നെ തറ്റി നിൽക്കുകയാണ്. നാം ഇപ്പോൾ ചിന്തിക്കേണ്ടത് ലോത്തിനെ പറ്റിയല്ല, നമ്മെ ഓരോരുത്തരെ പറ്റി ചിന്തിക്കണം. നാം തറ്റി നിൽക്കുകയാണോ? പിന്നെയാകട്ടെ ചിന്തിക്കുകയാണോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, അവൻ താമസിച്ചപ്പോൾ ദൂതന്മാർ അവൻ്റെ കൈക്ക് പിടിച്ച് അവരെ പട്ടണത്തിന് പുറത്താക്കിയെന്നാണ് നാം വായിക്കുന്നത്. സ്തോത്രം. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എലിയാസാർ റിബേക്കയെ കൂട്ടിക്കൊണ്ടുപോകുവാൻ വീട്ടിൽ വന്ന് നിൽക്കുമ്പോൾ എലിയാസാർ പരിശുദ്ധാത്മാവിന്റെ പ്രതീകവും റിബേക്ക മണവാട്ടി നാം ഓരോരുത്തരുമാണ്. റിബേക്കയോട് നമുക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ റിബേക്കയുടെ അമ്മയും സഹോദരനും ചാടി പറഞ്ഞു, ബാല ഒരു 10 ദിവസം കൂടെ അവിടെ നിൽക്കട്ടെ എന്ന്, അല്പം കൂടി കഴിയട്ടെ എന്ന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മിൽ നിൽക്കുന്നതായ ക്രിസ്തുവിൻ്റെ മണവാട്ടിയാകുന്ന ആത്മാവിനെ കൂട്ടിക്കൊണ്ടുപോകുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ ശരീരം പറയുന്നു, അല്പം കൂടി കഴിയട്ടെ, 10 ദിവസം കൂടി കഴിയട്ടെ, കുറച്ചു കാലം കൂടി ഞാൻ ജീവിക്കട്ടെ, കുറച്ചു കാലം കൂടി ലോക സന്തോഷങ്ങൾ ആനന്ദിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവിനെ തടഞ്ഞു വയ്ക്കുന്നൊരു ജഡപ്രകൃതി നമ്മിലുണ്ട്. എന്നാൽ ആത്മാവ് ഉള്ളിൽ കിടന്ന് കരയുകയാണ്. റിബേക്ക അമ്മയും സഹോദരൻ കേൾക്കെ പറഞ്ഞു. എലിയാസാർ ചോദിച്ചു, പരിശുദ്ധാത്മാവ് ചോദിച്ചു, നീ ഈ പുരുഷന്റെ കൂടെ പോകുന്നുവോ? ദൈവത്തിന് സ്തോത്രം. നീ ഈ പുരുഷന്റെ കൂടെ പോകുന്നുവോ എന്ന് ചോദിച്ചപ്പോൾ മനുഷ്യൻ്റെ ഉള്ളിലുള്ളതായ ദൈവത്തിൻ്റെ ആത്മാവ് അത് കത്താൻ തുടങ്ങി, ദൈവസ്നേഹത്താൽ നിറയാൻ തുടങ്ങി. ഉവ്വ് ഞാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് റിബേക്ക ചാടിയിറങ്ങി. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളിനി താമസിക്കരുത്. ലോത്തിൻ്റെ കാലം പോലെ അന്നാകും. ഇപ്പോൾ ഇന്ന് ഈ സമയത്ത് നിങ്ങളുടെ അരികിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ കൈക്ക് പിടിക്കാൻ അടുക്കള വന്ന് നിൽക്കുമ്പോൾ നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കുക, തലകൾ ഉണക്കുക, എന്നിട്ട് യേശുവിനോട് പറയുക, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തിരുവചനത്തോട് ചോദിക്കുന്നു, ഈ പുരുഷൻ്റെ കൂടെ നീ പോകുന്നുവോ എന്ന്. നിങ്ങൾ ആ പുരുഷനെ കണ്ടുവോ? നമുക്ക് വേണ്ടി ഗോകുൽത്തായിൽ ഇതാ ചതഞ്ഞരഞ്ഞതായ യേശു ക്രിസ്തു ഒരു ദിവസം മധ്യാകാശത്തിൽ ഇതാ തേജസ്സിൻ്റെ തേജസ്സായി ആയിരങ്ങളിൽ സുന്ദരനായി വരുന്നൊരു ദിവസമുണ്ട്. ആ യേശുവിൻ്റെ കൂടെ പോകാൻ മകളെ, പ്രിയ മകളെ, നീ തയ്യാറാണോ? അതേ യേശുവേ, ഞാൻ വരുന്നു, ഇപ്പോൾ തന്നെ എൻ്റെ ജീവിതം ഞാൻ നിൻ്റെ കരങ്ങളിലേക്ക് തരുന്നു എന്ന് ആര് വാക്ക് പറയുന്നുണ്ട്. ആരും താമസിക്കല്ലേ. ഇതാ മടിച്ചിരിക്കുന്ന ദൈവവൈതലേ, നിന്നെ തട്ടുന്നത് ആരാണ്? നിന്നെ തലോടുന്നത് ആരാണ്? നിന്നെ ത്വര്യപ്പെടുത്തുന്നത് ആരാണ്? അത് ദൈവത്തിൻ്റെ ആത്മാവാണ്. ഇപ്പോൾ തന്നെ പറയൂ, ഒന്നും നോക്കണ്ട, പിമ്പിലുള്ളത് മറന്നുകൊള്ളൂ, മുമ്പിലേക്ക് മാത്രം നോക്കിക്കൊള്ളൂ. മുമ്പിൽ നോക്കിയാൽ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായി യേശു നിൽക്കുന്നുണ്ട്. അവൻ്റെ കരങ്ങളിലേക്ക് ജീവിതം വെച്ചു കൊടുക്കുക. നമുക്ക് സമർപ്പിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ ദൈവമേ, കരുണയുള്ള കർത്താവേ, ഇന്ന് എല്ലാവരും വാക്ക് പറഞ്ഞു എന്ന് അടിയങ്ങൾ വിശ്വസിക്കുന്നു. എല്ലാവരുടെയും കയ്യിൽ അവിടെ നിന്ന് പിടിക്കണമേ കർത്താവേ. നിന്റെ മണവാട്ടിയെ നീ ശുദ്ധീകരിക്കണമേ, നിന്റെ തിരുരക്തത്താൽ കഴുകണമേ, നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കണമേ. എല്ലാ മഹത്തോടെ മാത്രം എടുക്കണമേ. എല്ലാം നിങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.